പിറവത്ത് മഴക്കാലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം എംഎൽഎ അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ജനങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം യോഗത്തിൽ നിർദ്ദേശം നൽകി. പിറവം നിയോജക മണ്ഡലത്തിലെ മഴക്കാലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം എംഎൽഎ അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കൃഷിക്കും വീടിനുമുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഉടൻ തന്നെ പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും എംഎൽഎ അധികൃതർക്ക് നിർദ്ദേശം നൽകി. വീടിനും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്ക് പരമാവധി ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ, കൃഷിവകുപ്പ് മന്ത്രിമാർക്കും കളക്ടർക്കും കത്ത് നൽകിയിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ തകർന്ന വൈദ്യുതി ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. മഴയും കാലവർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന അടിയന്തര സാഹചര്യങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്തു. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും ഉണ്ടായിരുന്നു. വൈദ്യുതി വകുപ്പ്, ആരോഗ്യം, കൃഷി ഉൾപ്പെടെ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പിലെ മറ്റ് NGOs അടക്കം ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇന്നത്തെ യോഗത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഇതിന്റെ പ്രധാനമായിട്ട് തീരുമാനങ്ങളൊന്ന്, PWD പുറമ്പോക്കിൽ നിൽക്കുന്ന മരങ്ങൾ, അപകടകരമായ മരങ്ങൾ, അത് പഞ്ചായത്തുകാരെ നോട്ട് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ PWDക്ക് ചുമതല നൽകിയിട്ടുണ്ട്. അത് പഞ്ചായത്തുമായിട്ടുള്ള ജോയിന്റ് ഇൻസ്പെക്ഷൻ PWDക്കാർക്ക് നടത്താം. അതനുസരിച്ച് പഞ്ചായത്ത് നോട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ അപകടകരമായ മരങ്ങളും അടിയന്തരമായി നീക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതിന് നിലവിൽ ഉത്തരവുകൾ ഉള്ളതാണ്, പക്ഷെ ഉത്തരവുകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അടിയന്തരമായി വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. ജലവിതരണ പമ്പിംഗ് സ്റ്റേഷനുകളിലെ തകരാറുകൾ പരിഹരിച്ച് ശുദ്ധജല വിതരണം തടസ്സം കൂടാതെ നടത്തണമെന്ന് നിർദ്ദേശം നൽകിയതായും മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായും യോഗത്തിൽ പറഞ്ഞു. രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൃത്യമായി നടത്തണമെന്ന് MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. PWD റോഡിന്റെ വശങ്ങളിലുള്ള കാനകളുടെ ക്ലീനിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും റോഡിന്റെ വശങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA യോഗത്തിൽ അറിയിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടാകണമെന്നും MLA അനൂപ് ജേക്കബ് ആവശ്യമുന്നയിച്ചു. പാമ്പാക്കുട ബ്ലോക്ക് പ്രസിഡന്റ് സ്മിത എൽദോസ്, മുളന്തുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി മാധവൻ, എടക്കാട്ടുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജയകുമാർ, കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ, പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത്, രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റീഫൻ, ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ്, മുളന്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ബെന്നി, തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യമോൾ പ്രകാശ്, ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ, പിറവം മുനിസിപ്പൽ വൈസ് ചെയർമാൻ KP സലീം, മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ്, അഡീഷണൽ DMO ഡോക്ടർ രാജൻ, തദ്ദേശ സ്വയംഭരണ PWD, KSEB, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,